എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ചുറ്റും പാടങ്ങളാണ്. മച്ചാട് തിരുവാണിക്കാവ് മാമാങ്കം. മച്ചാട് മാമാങ്കത്തിന് വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ്. ഇപ്പോൾ പാടത്തൂടെ നടക്കണത്. എന്താ പറയുക, ഈ നട്ടുച്ച സമയമാണ്, 1 മണിയാണ്. 5 ദേശങ്ങളുടെ കുതിരകൾ ഈ വഴിയിൽ കൂടെ, ഈ കാണുന്ന വഴിയിൽ കൂടെ, ഈ പറമ്പിൽ കൂടെ ഈ നട്ടുച്ച വെയിലത്ത് വരും. 5 ദേശങ്ങളുടെ കുതിരകൾ. അതായത് അവിടെ നിന്ന് കരുമാത്ര, മണലിത്ര, വിരൂപ്പാക്ക എന്നുള്ള ദേശങ്ങളായിട്ട് 7 കുതിരകളും, മംഗലദേശം പാർലിക്കാട് ദേശത്തിന് 2 കുതിരകളും, പിന്നെ അമ്പലത്തിൻ്റെ വക, അതായത് മച്ചാട് തിരുവാണിക്കാവ്, ഇപ്പോൾ പനങ്ങാട്ടുകര ദേശത്തിൻ്റെയാണ് ആ ഭാഗത്തുനിന്ന് 3 കുതിരകളും. അങ്ങനെ 3 കുതിരകൾ, അങ്ങനെ 12 കുതിരകൾ ആണ് ഇപ്രാവശ്യം മച്ചാട് മാമാങ്കത്തിന് വരണത്. അപ്പം ഈ വഴിക്കാണ് ഞാൻ പോണേ, ഈ വഴിക്കാണ് അവരിങ്ങോട്ട് വരാൻ പോണേ. അപ്പോൾ അവരെ തപ്പി അങ്ങോട്ട് പോവാണ്. മച്ചാട് മാമാങ്കം കേട്ടോ. ഈ മാമാങ്കത്തിനൊരു പ്രത്യേകത ഉണ്ട്. എന്താ വെച്ചാൽ ഈ 3 ദേശങ്ങളും ഈ സൈഡും 2 ദേശങ്ങൾ അപ്പുറത്താണ് വരണത്. അപ്പോൾ ഈ കുതിരകളെ കൊണ്ട് പാസ് ചെയ്യണ സ്ഥലത്ത് എന്ന് പറഞ്ഞാൽ പല പറമ്പിൽ കൂടെ, വീടിൻ്റെ ഉമ്മറത്ത് കൂടെ, അതുപോലെ പാടത്ത് കൂടെ ഒക്കെ പോകേണ്ടി വരും. അപ്പോൾ മാമാങ്ക ദിവസം വീട്ടുകാരായാലും ആരായാലും ഈ പറഞ്ഞ പോലെ ഈ കുതിരകൾക്ക് പോകാനുള്ള വഴിയൊക്കെ വെട്ടി സെറ്റ് ചെയ്തിട്ടുണ്ടാവും. അത് എന്താ പറയുക, ഉത്സവത്തിൻ്റെ ദിവസം അവർക്ക് പോകാൻ അവകാശപ്പെട്ട വഴിയാണ്. അപ്പം അവിടെ നോക്കുമ്പോൾ അവിടെ ഒരു പറമ്പിൻ്റെ നടുവിൽ വടി വെട്ടിയിട്ടുണ്ട്. ആ വടിക്കാണ് ദേശങ്ങൾ വരിക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും അവരെ തപ്പി പോവാണ്. അവരുടെ കൂടെ നമുക്ക് മാമാങ്കത്തിന് നമുക്ക് എന്താ പറയുക, തിരിച്ചു പോവാം. ആദ്യം വരുന്ന ആരാണോ അവരുടെ കൂടെ നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ അതെ, ഒരു വാഴപ്പറമ്പിൻ്റെ ഉള്ളിൽ കൂടെ പോണത്. അവിടെ 2 സ്ഥലത്ത് എരുമകളൊക്കെ അവിടെ കെട്ടിയിട്ടുണ്ട്. നമ്മൾ ഈ വഴിക്കാണ് പോകേണ്ടതെന്ന് തോന്നുന്നു, അറിയില്ല, നോക്കട്ടെ. ഗേറ്റൊക്കെ അടച്ചിട്ടേക്കാം. അടുത്തുനിന്ന് കൊട്ടൊക്കെ കേൾക്കാണ്ട് അമ്പലത്തിനായിരിക്കാം. ഗേറ്റ് വീട്ടിലേക്കാം. ഇവർക്കെല്ലാം പോകണം, ചാടിപ്പോവാം. ായിട്ട് ഇവിടെ കുതിരകൾ എത്തി തുടങ്ങി. ഇത് വരുന്നത് വിരുപ്പാക്കരയെന്ന് തോന്നുന്നുണ്ട്. ബാക്കിൽ കരുമാത്രക്കാരെ കുതിരകൾ 2 വന്നിട്ടുണ്ട്. സമയം 1:30 മണലിത്ര ദേശത്തിൻ്റെ 3 കുതിരകളും കുമ്പക്കോടൊക്കെ വരണേ. തലയിൽ നിറമുള്ള കുടങ്ങളൊക്കെ വെച്ചിട്ട്, പൂവുള്ള കുടങ്ങളെല്ലാം വെച്ചിട്ടാണ് ദേശക്കാർ വരുന്നത് മണലിത്ര. എല്ലാ ദേശക്കാരും ഒന്നിച്ച് വന്നു. എല്ലാ ദേശക്കാരും ഒന്നിച്ച് തന്നെ നേരെ കുമരംകുളങ്ങര, കണ്ണങ്കര, എന്താ പറയുക, കണ്ണങ്കര ക്ഷേത്രത്തിലേക്ക് 3 അടി ഒരുമിച്ച് പോകണം. ബാക്കിൽ വരുന്നത് വിരൂപ്പാക്കര 2 കുതിരകളാണ്, വെള്ള കുതിരകളാണ്. ഫ്രണ്ടിൽ കരുമാത്ര 2 കുതിരകൾ പോകുന്നുണ്ട്. പറഞ്ഞ വരുന്നത് തന്നെ ചെറിയ പിള്ളേരൊക്കെയാണ് തോളത്തെടുത്ത് കൊണ്ടുപോകണത്.
നമ്മൾ കുമരംകുളങ്ങര അല്ലെങ്കിൽ കുമരംകണ്ണങ്കര അല്ലെങ്കിൽ കോരങ്ങാട്ടുകര എന്ന് പറഞ്ഞ അമ്പലമൊക്കെ ബാക്കിലുണ്ട്. നമ്മുടെ മച്ചാട് തിരുവാണിക്കാവ് ദേവിയുടെ പെങ്ങളെന്നുള്ള സങ്കല്പത്തിലാണ് അവിടെ ഒരു അമ്പലം ഉണ്ട്. അവിടെ കയറിയിട്ടാണ് 3 ദേശങ്ങളും മച്ചാട് തിരുവാണിക്കാവ് അമ്പലത്തിലേക്ക് പോവാം. അവിടെ അമ്പലത്തിൻ്റെ സൈഡിൽ തന്നെ ഒരു ഓലക്കൊട ഒരു മുളയമ കുത്തിവെച്ച് കണ്ടിട്ടുണ്ടോ? അതെന്ന് പറഞ്ഞാൽ നാളെ ഇന്ന് രാത്രി പുലർച്ചയായിട്ട് ഈ പെങ്ങൾ ഭഗവതി മച്ചാട് തിരുവാണിക്കാവ് ഭഗവതിനെ കാണാനായിട്ട് ഒരു കുതിരയുടെ മേലെ അങ്ങോട്ട് വരും. അതിന് വേണ്ടിയിട്ട് പനങ്ങാട്ടിലെ കല്ലമ്പാറ ഇപ്പം ഉത്സവം നടത്തണ ദേശത്തിൻ്റെ ഒരു കുതിര ഇവിടെ നിൽക്കും. അങ്ങനെയാണ് സങ്കല്പം. ബാക്കിൽ കാണുന്ന ആ പറമ്പിൻ്റെ നടുക്കൂടെയാണ് എല്ലാ 3 ദേശക്കാരും ഈ പാടം വഴി അങ്ങോട്ട് പോയിട്ടുള്ളത്. മലകളിലൊക്കെ സൈഡിൽ നിന്നാണ് ഉള്ളിൽ കൂടെ പറമ്പിൽ കൂടെ പാടങ്ങളിലൂടെ വീടിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഈ കുതിരകളെ കൊണ്ട് ദേശക്കാർ വന്നിട്ടുള്ളത്. പിന്നിട്ട് പോയിട്ടുള്ള ഒരു കോരങ്ങാട്ടുകര അമ്പലത്തിൽ വെച്ചിട്ടാണ് ഈ കുമ്പക്കടം, അതായത് മണലിത്ര ദേശം കുമ്പക്കടം കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് അത് തിരുവാണിക്കാവ് ഭഗവതിക്കുള്ള ഗുരുതിയാണ്. അവരാ കുമ്പക്കടം കൊണ്ടുവന്നിട്ട് കോരങ്ങാട്ടുകര അമ്പലത്തിൽ വെച്ചിട്ട് ശൂലം കുത്തിയിട്ട് വലിയ നീളമുള്ള 3 മീറ്ററുള്ള ശൂലാൻ തോന്നുന്നുണ്ട്, 10 അടിയുള്ള ശൂലാൻ തോന്നുന്നുണ്ട്. അത് ഇവർ കുത്തിയിട്ട് ഒരു വഴിപാടായിട്ടെന്ന് തോന്നുന്നു. അവരിനിപ്പോൾ തിരുവാണിക്കാവ് അമ്പലത്തിൽ വന്നിട്ട് കുമ്പക്കടത്തിലെ ഗുരുതി അവിടെ അർപ്പിക്കുന്ന ചടങ്ങൊക്കെ പിന്നാലെ ഉണ്ട്. അങ്ങോട്ട് പോവാം. അറ്റത്ത് നോക്കിയാൽ ഇരുപ്പാക്കര കുതിരകളുണ്ട്, ആട്ടന്മാരെ 11 കുതിരകളുണ്ട്. ഇരുപ്പാക്കര കുതിരകളുടെ തല നോക്കി അറിയാം. പ്ലാവിൻ്റെ വേര് ഒറ്റത്തടി വേരിൽ പ്ലാവിൻ്റെ ഒറ്റത്തടി വേരിൽ ഉണ്ടാക്കിയിട്ടുള്ള കുതിരത്തലകളാണ്. അതിന് 50-60 പഴക്കമുള്ള ചേട്ടന്മാർ പോകും. അതുപോലെ തന്നെ വലിയ കുതിര മംഗലം ദേശത്തിൻ്റെ വെള്ള കുതിര അതെന്ന് പറഞ്ഞാൽ അതിൻ്റെ ബോഡി സ്പോഞ്ച് കൊണ്ട് ഉണ്ടായിരിക്കണം. ബാക്കിയെല്ലാം തേക്കിൻ്റെ തടിയിൽ തേക്കിൻ്റെ ബേസിൽ അതിൻ്റെ കാലൊക്കെ തേക്കിൻ്റെ ആണ്. അതിൽ തേക്കിൻ്റെ ഫ്രെയിം വെച്ചിട്ട് അതുമ്മ വൈക്കോലും മുള വെച്ച് ചുറ്റിയിട്ടുണ്ട് ഈ കുതിരകളൊക്കെ ഉണ്ടായിരിക്കണത്. നല്ല പഴക്കമുള്ള തേക്കിൻ്റെ മരങ്ങൾ, ഒറ്റത്തടി മരങ്ങൾ ഇതുപോലെ ക്രോസ് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഫ്രെയിം ഉണ്ടാക്കിയിരിക്കണത്. നല്ല ഭംഗിയായിട്ട് ഇതിൻ്റെ തുണികളെല്ലാം കിട്ടിയിട്ട് ഭംഗിയൊക്കെ ഉള്ളിൽ മുളയുണ്ട്. തേക്കിൻ്റെ ഫ്രെയിമിൽ മുള വെച്ചിട്ടാണ്, മുളയമോ വൈക്കോല് വെച്ച് അതിന്മേൽ തുണി വെച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് വെച്ച് ചുറ്റിയിട്ടൊക്കെയാണ് ഇതിനെ ഷേപ്പ് കൊടുത്തേക്കണത്. കുറച്ചധികം പണിയെടുത്തുണ്ട്, എനിക്കാണ് ഇങ്ങനെ ചെയ്തേക്കുന്നത്. ഈ തേക്കിനൊക്കെ എന്ന് പറഞ്ഞാൽ പഴക്കമുള്ളതാണ്. ഇതൊന്ന് ഓരോ കൊല്ലം വാർണിഷ് അടിച്ചു കൊടുത്ത് ട്രീറ്റ് ചെയ്തിട്ടാണ് ഇതിൻ്റെ ബേസൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഓരോ കൊല്ലം അവർ വീണ്ടും ആ തേക്ക് എന്താ പറയുക ഇതൊക്കെ പിടിച്ച് വെച്ചിട്ട് ഓരോ കൊല്ലം മാമംഗത്തിന് പിന്നെ എടുത്ത് ഉപയോഗിക്കാൻ അവർ ചെയ്യുന്നത്. കുതിരകളുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കഴിയുമ്പോൾ കാവടികൾ വന്നിട്ട് അവിടെ കുമ്പ നടക്കും.
അയ്യപ്പ